ഹായ്, സൂര്യനെ നമുക്ക് ഇങ്ങനെ സ്റ്റാർ ആക്കിയാലോ? ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്കിത് മാനുവലി ചെയ്യാം. ഹായ്, ഫോട്ടോഗ്രാഫി സിമ്പിൾ ആണെന്നുള്ള സീരീസിലെ മൂന്നാമത്തെ കാര്യം. നമ്മൾ ബോഡിയെ പറ്റി പറഞ്ഞു, പലതരം ക്യാമറകളെ പറ്റി പറഞ്ഞു അല്ലേ കൂട്ടു? ഇനി ഏതാണെന്നറിയോ? ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ്? ഈ ഗ്ലാസ് എലമെന്റ് ആണ്. ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലെൻസ് എന്ന് സാധാരണ പറയാം. ഈ ലെൻസിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ കൂട്ടു? ഈ ലെൻസിൽ 2 റിംഗ് ഉണ്ട്, കണ്ടോ? സൂം ചെയ്യണത്, ഇത് ഫോക്കസ് ചെയ്യണത്. ഫോക്കസ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പൂവ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബ്ലറായിട്ടാണ് കാണാം. എന്നിട്ട് നമ്മൾ ഈ മാനുവലി ആണെങ്കിൽ, മാനുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ റിംഗ് ആണ് തിരിക്കുക. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഫോക്കസ് ആവും, നല്ല ഷാർപ്പാവും പടം. സൂം റിംഗ് എന്തിനാണെന്നറിയോ? അപ്പൊ അവിടെ ആ പക്ഷി പറഞ്ഞല്ലേ, അത് സൂം ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. വ്യൂ ഫൈൻഡറിലൂടെ നോക്ക്, കണ്ട തെങ്ങ് അടുത്തടുത്ത് വരുന്നില്ലേ? അതാണ് സൂം റിംഗ്. ഫോക്കസ് ചെയ്ത് ഓട്ടോമാറ്റിക് ഫോക്കസിംഗിലാണ്. എടുത്തോ. ഇതിൽ വേറെ സാധനമുണ്ട്, ഇതിന്റെ അപ്പർച്ചർ റിംഗ് എന്ന് പറയും. അപ്പർച്ചർ എന്താണെന്നറിയോ? ഈ ലെൻസിന്റെ ഓപ്പണിംഗ് ആണിത്. ഒരു വട്ടം കണ്ടോ? അതിലൂടെയാണ് ലൈറ്റ് ഇങ്ങോട്ട് ക്യാമറയിലേക്ക് കയറി വരിക. അത് ഈ അപ്പർച്ചർ റിംഗ് മാറ്റുമ്പോൾ നമുക്കത് ചെറുതാക്കാൻ പറ്റും. ചെറിയ വട്ടാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ലൈറ്റേ കയറി വരുള്ളൂ. കണ്ണടയ്ക്കോ? കണ്ണടച്ചിട്ട് ചുറ്റും നോക്ക്. കണ്ണടയ്ക്ക് കുറച്ച് ഇരുട്ട് വരുന്നില്ലേ? കണ്ണ് മുഴുവൻ തുറക്കും, നല്ല ലൈറ്റ് വരുന്നില്ലേ? അതേപോലെ ഈ അപ്പർച്ചറിന് വേറെ ഫംഗ്ഷൻ കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൂവിനെ ഷൂട്ട് ചെയ്തു, അല്ല നിന്നെ ഷൂട്ട് ചെയ്തു, നീ ഫോക്കസ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ നല്ല ബ്ലറായിട്ട് ഇങ്ങനെ ഇരിക്കും. ഫോട്ടോഗ്രാഫിയിൽ കലങ്ങുക എന്ന് പറയും. അപ്പോൾ നിന്നെ മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അത് കൺട്രോൾ ചെയ്യണത് ഒന്ന് അപ്പർച്ചറിൻ്റെ ഇതും കൂടെയാണ്. F2 ആണത്. നിൻ്റെ കൈ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ശരിക്കും ബ്ലറായില്ലേ? നിൻ്റെ കൈയിൻ്റെ അവിടെ ഉള്ളത് ഏറ്റവും അടുത്തുള്ള ഒബ്ജക്റ്റ് മാത്രമേ ഷാർപ്പായി കിട്ടുള്ളൂ. ഇത് F10 ആണ്. ഇപ്പം ആ പള്ളിയുടേതും തെങ്ങും ഒക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇല്ലേ? F16 കണ്ടോ? നേരത്തേക്കാളും തെങ്ങും ഒക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അഥവാ ഡെപ്ത് ഓഫ് ഫീൽഡും അപ്പർച്ചറും തമ്മിലുള്ള ബന്ധം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നോക്കിക്കോണേ, ഇതാണ് നമ്മുടെ ഫോക്കസുള്ള ഒബ്ജക്റ്റ്. ഈ ഏരിയയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മാറ്റങ്ങൾ വരിക. ഇത് F2.8 ആണ്, ബ്ലറാണ്. ഇത് F8, ഇത് F30. കണ്ടോ, അവിടെ സ്ത്രീ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. F20, ആ ലേഡിയെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി F22, കണ്ട ബാക്കിലുള്ള ഒബ്ജക്റ്റും ഷാർപ്പാണ്. F2.8ഉം F22 തമ്മിലുള്ള വ്യത്യാസമാണത്. എന്താ വ്യത്യാസം? ഇങ്ങനെയാണ് അപ്പർച്ചർ ഡെപ്ത് ഓഫ് ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഒരു കൗതുകമുള്ള കാര്യം എന്താണെന്നറിയോ? ഇതിൽ തല തിരിഞ്ഞ രീതിയിലാണ് അപ്പർച്ചറിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്, പക്ഷേ എഴുതുക F2 അങ്ങനെയൊക്കെയാണ്. ഇത് ഏറ്റവും ചെറിയ ഓപ്പണിംഗ് ആണ്, പക്ഷേ അതിലെഴുതുക F22 എന്നുള്ളതാണ്. ലെൻസിനെ ഒരു വാട്ടർ പൈപ്പായിട്ട് നമ്മൾ താരതമ്യം ചെയ്താലേ, പൈപ്പിലൂടെ വെള്ളമാണ് ഒഴുകുക, ലെൻസിലൂടെ പ്രകാശം കടന്നു പോകും. ഇത് രണ്ടിൻ്റെയും വ്യാസം കൂടുന്തോറും, അതായത് വട്ടം കൂടുന്തോറും കൂടുതൽ വെള്ളവും കൂടുതൽ പ്രകാശവും ഇങ്ങനെ കടന്നു പോകും. ഇനി പല ഡെയിലി സീനുകളിലും നമ്മൾ അപ്പർച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അപ്പർച്ചർ നമ്പർ ഒരു പകുതി ലെവലിൽ പിടിക്കുക, F8 എന്ന് കൂട്ടുക. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഷാർപ്പാവും. ഇനി നമുക്ക് ഒരു ആളുടെ കണ്ണ് മാത്രം ഷാർപ്പായാൽ മതി എന്ന് കരുതുക. അപ്പോൾ ഏറ്റവും കുറച്ച് അപ്പർച്ചർ F2, 1.8 ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമ്മളൊരു ലാൻഡ്സ്കേപ്പ് പകർത്താന്ന് കരുതുക. അപ്പർച്ചർ 10 മുതൽ കുറച്ച് മുകളിലേക്ക് എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഏരിയ ഷാർപ്പായിട്ടാണ് കിട്ടേണ്ടത്. ഇതിൽ നല്ല ലൈറ്റും കൂടെ വേണമെന്ന് ആലോചിക്കണേ. നല്ല ലൈറ്റ് ഇല്ലെങ്കിൽ അപ്പർച്ചർ കുറയ്ക്കുകയാണ് ബെസ്റ്റ്. ഇനി ഓരോ ലൈറ്റിംഗ് കണ്ടീഷനിലും അപ്പർച്ചർ സെറ്റ് ചെയ്യുന്ന വ്യത്യാസമാണ്. നമ്മൾ നൈറ്റിലാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ അപ്പർച്ചർ 1.8, 2.8 ആ റേഞ്ചിലേക്ക് താഴ്ത്തുക. അപ്പോൾ കൂടുതൽ ലൈറ്റ് ക്യാമറയിലേക്ക് വരും. നല്ല ലൈറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ഈ F1.8 ഒക്കെ ഇട്ടാൽ അത് ബോറായിരിക്കും. അപ്പോൾ 8 ആ റേഞ്ചിൽ മാറ്റി പിടിക്കാം.
ഇനി ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് സൂര്യനെ സ്റ്റാർ ആക്കുന്നത്? അതിന് അപ്പർച്ചർ മാക്സിമം ചെറുതാക്കണം. ഒരു കുഞ്ഞു ഹോള് മാത്രം മതി. അപ്പോൾ കടന്നു പോണ തരി ലൈറ്റ് അപ്പർച്ചർ ബ്ലേഡുകളിലൂടെ വളഞ്ഞ് കയറും ഉള്ളിലേക്ക്. ഇങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റാർ എഫക്റ്റ് കിട്ടുന്നത്. ഇതിനെ സ്റ്റാർ ബസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സ്റ്റാർ ബസ്റ്റിന് വേണ്ടിയിട്ട് അപ്പർച്ചർ കുഞ്ഞാക്കുമ്പോൾ ലെൻസിലെ പൊടി, സെൻസറിലെ പൊടി, ഇതൊക്കെ പടത്തിൽ മുഴച്ച് നിൽക്കും. ഇനി കിട്ടും അപ്പർച്ചർ പറഞ്ഞു, ഡെപ്ത് ഓഫ് ഫീൽഡ് പറഞ്ഞു. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ എഴുത്ത് കണ്ടതിൽ അതാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഇതിൽ 70-10 എന്നാണത്. കണ്ടോ? ഇതിൽ പടം എടുക്കുകയാണെങ്കിൽ 70 എന്ന് പറഞ്ഞാൽ ഈ ഭിത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. 210 എന്ന് പറയുമ്പോഴേക്ക് ദൂരെ ഇതേ ആ കെട്ടിടത്തിൻ്റെ മോൾ ഭാഗങ്ങളൊക്കെ വരുള്ളൂ. അതായത് ഫോക്കൽ ലെങ്ത് കൂടി. അപ്പോൾ ഇതാണ് ലെൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലടാ. അടുത്തതാണ് ഞങ്ങൾ ഷട്ടർ സ്പീഡ് പറയാം. അപ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക. അപ്പർച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പർച്ചർ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യാനും എത്ര എമൗണ്ട് ലൈറ്റ് വരുന്നെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ളതാണ്. ബൈ ബൈ പറയടാ. ബൈ.